ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ആയില്യം. ആയില്യം അയൽപ്പക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവരുണ്ടാകില്ല. ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം. എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത ആദ്യം അറിയേണ്ടതാണ്. വാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം കരുതാൻ. ജ്യോതിഷത്തിലെ 9ാമത്തെ നാളാണ് ആയില്യം. ജ്യോതിഷത്തിൽ ഇതിനെ ആശ്ലേഷ എന്നും അറിയപ്പെടുന്നുണ്ട്. ആലിംഗനം എന്നാണ് ആയില്യം അഥവാ ആശ്ലേഷ എന്ന വാക്കിൻ്റെ അർത്ഥം. ആയില്യം നാളുകാർ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താം. ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും ആയില്യം നാളുകാർക്ക് നല്ലതാണ്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. നർമ്മബോധമുള്ളവരായിരിക്കും. ഏത് കാര്യത്തിലും തമാശയിലൂടെയുള്ള സമീപനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. സരസ മനോഭാവത്തോടു കൂടിയവരാണെങ്കിലും മറ്റുള്ളവരെ സംശയ കണ്ണോടെ നോക്കാൻ ഇവരെ കഴിഞ്ഞേ മറ്റാരും ഉണ്ടാകുകയുള്ളൂ. സ്വതന്ത്ര ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഏതൊരു കാര്യത്തിനും എപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒരിക്കലും സഹിക്കില്ല. തമാശ രൂപേണ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആയില്യം നക്ഷത്രക്കാർ സമ്മതിക്കില്ല. അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരോട് പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് ഇവർ. ദുരഭിമാനം ഇവരിലെ സ്ഥായിയായ ഭാവമാണ്. ധനസമ്പാദനത്തിന് മിടുക്കരാണെങ്കിലും അമിത ചിലവ് ഉള്ളവരായിരിക്കും ആയില്യം നക്ഷത്രക്കാർ. ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും. സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ തീർച്ചയായും കാണാവുന്നതാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. സമൂഹത്തിൽ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭീരുക്കളാണ് ആയില്യം നക്ഷത്രക്കാർ. ചഞ്ചലപ്പെടാവുന്ന മനസ്സ് ഇവരിൽ പൊതുവായി കാണാം. ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതിന് ശേഷം അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ച് പിൻവലിയുന്ന സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണാം. ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നാമെങ്കിലും വളരെ ശുദ്ധാത്മാക്കളാണ് ഇവർ. സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് അഹങ്കാരികളാണെന്ന തോന്നൽ മറ്റുള്ളവരുണ്ടാക്കുന്നതിന് കാരണം. ആരെയും കണ്ണടിച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. പക്ഷേ ആരെങ്കിലുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചാൽ തൻ്റെ ഹൃദയ രഹസ്യം വരെ ഇവർ തുറന്നു പറയും. പൊതുവെ ശാന്തരാണെന്ന് തോന്നുമെങ്കിലും അസൂയയും പ്രതികാര മനോഭാവവും കൂടിക്കലർന്ന മനസ്ഥിതിയുള്ള ഇവർ തങ്ങളെ ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ വരെ തയ്യാറായെന്ന് വരും. മറ്റുള്ളവരോട് സൗഹാർദ്ദത്തോടെയും തന്ത്രപരമായും പെരുമാറി തൻ്റെ കാര്യം നേടിയെടുക്കാൻ ആയില്യം നക്ഷത്രക്കാർ വളരെ വിരുദ്ധരാണ്. പരിശ്രമകാരികളായ ഇവർക്ക് ഇടയ്ക്കിടെ പരാജയങ്ങളുണ്ടാകും. ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഇടയ്ക്കിടെ ബാധിക്കുന്നതാണ് ഈ പരാജയങ്ങൾക്ക് കാരണം. അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പൂർണ്ണമായ ഫലം കിട്ടിയെന്ന് വരില്ല. എങ്കിലും ഏതൊരു പരിതസ്ഥിതിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.